ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എഗ്ഗ് കൊണ്ടുള്ളൊരു മന്തി ആട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈദിനല്ലെങ്കിലും നമുക്ക് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ബസ്മതി റൈസ് ആദ്യം തന്നെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് കഴുകിയെടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതൊന്ന് കഴുകി കുതിർത്ത ശേഷം ഒന്ന് കൊട്ടയിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരി കഴുകുന്നതും കുതിർത്ത് വെക്കുന്നതൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, വെറുതെ വലിച്ചു നീട്ടണ്ടല്ലോ വീഡിയോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വെച്ച് വറുത്തെടുക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അപ്പോഴേ അരി നല്ല വിടർന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി അത് ഈ പാനിൽ നിന്ന് മാറ്റിയ ശേഷം ഞാനിതിലേക്ക് തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. വെജിറ്റേറിയൻസ് ആണെങ്കിലും അധികം എല്ലാവരും എഗ്ഗ് കഴിക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതുമാത്രമല്ല കേട്ടോ, നമുക്ക് പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ ടിഫിനായിട്ട് മോർണിംഗിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അരി ഞാനിപ്പോൾ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വറുത്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എമൗണ്ടൊക്കെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കുക, നമുക്കിതിൻ്റെ സ്മെല്ലൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാനിതിലേക്കൊരു 5 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ വേണ്ടവർക്ക് ഇത് ചോറ് കഴിക്കുന്ന സമയത്ത് ഉടച്ച് കഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരി വറുത്തെടുത്തതായതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് നന്നായിട്ട് വെള്ളം ചേരും. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് ബാക്കി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 3 കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ നമ്മൾ വറുത്ത് വെച്ച അരിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പകുതി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അരിയൊക്കെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിൽ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് കടിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഞാനൊരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ലെമൺ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളാം. അപ്പോൾ ഞാനിപ്പം ബ്ലാക്ക് ലെമൺ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു ഹാഫ് ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച ശേഷം വേണം കേട്ടോ തീ ഒന്ന് ചെറുതാക്കി കൊടുക്കാൻ. അപ്പോൾ അതിന് മുൻപ് നല്ല തീയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചോറൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് എഗ്ഗ് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ നമുക്കൊന്ന് സൈഡിലൊക്കെ വരട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വരട്ട് കൊടുക്കുമ്പോൾ നമ്മളിതിൽ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിച്ചോളും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് കാടമുട്ട കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മന്തി മസാല ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ നമ്മുടെ ജാതിക്കയുടെ പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് റെഡ് കളർ മന്തി മസാല ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരിത് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് മസാല ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ കുറച്ച് മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല വിടർന്ന് നിൽക്കുന്നുണ്ട് ചോറൊക്കെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് ഓയിലി ആയിട്ട് എടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല നെയ്യോടെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഞാനൊരു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു പാനിലേക്ക്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മുട്ട മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട കേട്ടോ, കാരണം ഇത് രണ്ട് ഭാഗം ഒന്ന് കളറ് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ മതിയാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഈ വരയിട്ട് കൊടുക്കുമ്പോൾ എന്താ പറയുക, മുട്ട ഒന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കൊന്നുമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എയർ നിറഞ്ഞ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാട്ടോ. അപ്പോൾ ഇതൊന്ന് കളറ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചോറിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പം തന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മന്തിയൊക്കെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രീനും കൂടെ വരുമ്പോൾ കാണാൻ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പിന്നെ ഞാനിതിൻ്റെ മേലെ കുറച്ച് മന്തിയുടെ മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോറിനൊരു റെഡ് കളറും കിട്ടും, അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ചോറിൽ പിടിച്ചോളും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മന്തിയുടെ മസാല ഇവിടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കരി കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ഭാഗം അലുമിനിയം ഫോയിൽ ഇട്ട് വെക്കുന്നുണ്ട്. എന്നാലേ ഉള്ളൂ ഇതിൻ്റെ സ്മോക്ക് പെട്ടെന്ന് പുറത്ത് പോകാതെ നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വെച്ച ശേഷം ഫോയിലൊക്കെ ഇട്ട് കവർ ചെയ്യാൻ നോക്കുമ്പോഴേക്ക് ഇതിൻ്റെ സ്മോക്കൊക്കെ പുറത്തോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കരി എടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഓയിലും ഒഴിച്ച് കൊടുത്ത് അത് സ്മോക്ക് വരുമ്പോഴേക്ക് തന്നെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്മോക്കൊക്കെ നിൽക്കുകയുള്ളൂ. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഇതിൻ്റെ മൂടി വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10-20 മിനിറ്റ് വരെ അങ്ങനെ നിൽക്കട്ടെ. അതിൻ്റെ സ്മോക്കൊക്കെ നന്നായി പിടിച്ച് പോയി വന്ന ശേഷം മാത്രം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ആ സ്മോക്കിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മോക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കരി ഇതിൽ നിന്നും എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ എഗ്ഗിലും അതുപോലെ റൈസിലൊക്കെ നന്നായിട്ട് സ്മോക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കരി ഒന്ന് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഞാനിതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ മഞ്ഞ കളറെന്ന് ഇനി ആരും ചോദിക്കേണ്ട, അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ദക്കൂസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് ചിക്കൻ മന്തിയും അതുപോലെ മച്ബൂസും എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കാനുള്ള കറികളൊക്കെ, അപ്പോൾ അതിൻ്റെതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുപോലെ മേലെ ഐക്കാർഡിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.